നമുക്കിന്ന് നോർത്ത് ഇന്ത്യയിലെ അധികം ആർക്കും അറിയാത്തൊരു ബ്യൂട്ടിഫുൾ ഹെവൻ ലൈക്കായ ഒരു ഹിൽ സ്റ്റേഷനെ പറ്റി അറിഞ്ഞാലോ. അപ്പോൾ ഞാൻ ഇത് ലാസ്റ്റ് ഇയർ ഈ ഹിൽ സ്റ്റേഷനിൽ പോയതാണ്. ഈ ഓലി എന്ന് പറഞ്ഞ സ്ഥലത്തുനിന്ന് നിങ്ങൾക്ക് ക്ലിയർ വ്യൂസ് ഓഫ് ഹിമാലയൻ പീക്സ് കാണാം. 3 പീക്സ്, നന്ദാദേവി, മാന പർവത് ആൻഡ് കാമേത്. ഇത് മൂന്നും നിങ്ങൾക്ക് ക്ലിയർ വ്യൂ ആയിട്ട് കാണാം കേട്ടോ. ആൻഡ് ഓൾ ദ 3 പീക്സ് ആർ സോ ബ്യൂട്ടിഫുൾ. ഈ വീഡിയോയിൽ ഞാനത് കാണിച്ചിട്ടുണ്ട്. ആ 3 പീക്സും യു ക്യാൻ സീ ഓരോ ദിശയിലും ആയിട്ടാണ് ഓരോ പീക്സ്. ഓക്കെ, ഈ പ്ലേസ് പീക്ക് സീസണിൽ ഇറ്റ് ഈസ് കോൾഡ് ആസ് വൈറ്റ് പാരഡൈസ്. യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് ഫ്രം ദി വേർഡ് വൈറ്റ് പാരഡൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ക്വാണ്ടിറ്റി ഓഫ് ദി സ്നോ യു ക്യാൻ ഇമാജിൻ. ദ ഓൺലി പ്രശ്നം ഈസ് ദാറ്റ് ഇവിടേക്ക് പോകണമെങ്കിൽ നിങ്ങൾക്ക് പീക്ക് സീസണിൽ പോകണമെങ്കിൽ അപ്വേർഡ് ഹിൽസിൽ അപ്പിലേക്ക് കയറണമെങ്കിൽ ട്രാൻസ്പോർട്ട് ഭയങ്കര ബുദ്ധിമുട്ടാവും. പിന്നെ ജീപ്പും ജിപ്സിയൊക്കെ പോവും. പക്ഷേ ജീപ്പും ജിപ്സിയിലൊക്കെ ടയറിൽ ചങ്ങലയൊക്കെ കെട്ടിയിട്ട് അവിടെ എന്നാലും അവിടെ എത്താൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത്രയും മുട്ടിനെക്കാട്ടും മുകളിൽ വരെ സ്നോ ഉണ്ടാവും. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് നിങ്ങൾ പീക്ക് സീസൺ പ്രോപ്പർ പീക്ക് വിൻ്റർ ആവുന്നതിനെക്കാട്ടും മുമ്പായിട്ട്, അതിൻ്റെ 1 മാസം അല്ലെങ്കിൽ 2 മാസം മുമ്പായിട്ട് നിങ്ങൾ സ്നോ വീഴുന്നത് ഒന്ന് ഇൻ്റർനെറ്റിൽ ഗൂഗിൾ ചെയ്ത് ഈ പ്ലേസിലേക്ക് പോകുന്നതാണ് നല്ലത്. പിന്നെ ഈ ഓലിയുടെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഏഷ്യയിലത്തെ ലോങ്ങസ്റ്റ് കേബിൾ കാർ റൈഡ് നമ്മുടെ ഓലിയിലാണ് കേട്ടോ. ദിസ് റൈഡ് വിൽ ബി ഫ്രം ജോഷിമഠ് ടു ഓലി. വെരി ബ്യൂട്ടിഫുൾ റൈഡാണ്. ഒരു പ്രാവശ്യം നിങ്ങൾ ജീവിതത്തിൽ ഇത് എന്താ പറയുക, എനിക്കിത് പറഞ്ഞ് മനസ്സിലാക്കാൻ അറിയില്ല. പക്ഷേ നിങ്ങളെൻ്റെ വീഡിയോസിൽ കാണാമല്ലോ, ഇത് ഒരു മഞ്ഞ മൂടിയം, നമ്മൾ ഏതോ ഒരു സ്വർഗ്ഗലോകത്ത് ഇങ്ങനെ മഞ്ഞ് വിരിച്ച പുതപ്പ് മെത്ത അങ്ങനെയൊക്കെ കേട്ടിട്ടില്ലേ, അങ്ങനത്തെ ഒരു സ്ഥലം. എല്ലാ സ്ഥലത്തും വൈറ്റ്, അതും പ്യുവർ വൈറ്റ്. എൻ്റെ ഒരു തിങ്കിങ് അവിടെ കണ്ടപ്പോൾ എനിക്ക് തോന്നിയൊരു ഫീൽ ഇതാണ്, ശരിക്കും വാനില ഐസ്ക്രീം അങ്ങോട്ട് കുന്നുകൂട്ടി മലയുടെ മേളിൽ ഐസ്ക്രീം ഇങ്ങനെ സ്പ്രെഡ് ചെയ്തിട്ട പോലെയാണ് വെനില ഐസ്ക്രീം. എല്ലാ സ്ഥലത്തും വെനില ഐസ്ക്രീം പോലെ അത്രയും പ്യുവർ വൈറ്റ്. പിന്നെ നമ്മൾ ഫ്രഷായി സ്നോ വീണ സ്ഥലത്തേക്കാണ് പോയി കേട്ടോ. പിന്നെ കുറച്ച് ഒരു ദിവസം അല്ലെങ്കിൽ 3 ദിവസം അല്ലെങ്കിൽ ഒരു വീക്ക് മുമ്പ് പെയ്ത ഐസ് വെരി ഹാർഡായിരിക്കും ആൻഡ് ഒത്തിരി ഡേർട്ടിയും ആയിരിക്കും. പക്ഷേ ഫ്രഷ് പോയ നമ്മൾ മുകളിലേക്ക് ഇങ്ങനെ ഹൈക്ക് ചെയ്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഫ്രഷ്ലി അവർ തന്നെ ഈ ഗൈഡ് തന്നെ പറഞ്ഞുതരും, ഈ ഫ്രഷ്ലി ഇന്ന് ഈ സ്ഥലത്ത് ഐസ് വീണിട്ടുണ്ട്, സ്നോ വീണിട്ടുണ്ട്, നിങ്ങൾക്ക് അവിടേക്ക് വേണമെങ്കിൽ പോവാമെന്ന്. അപ്പോൾ അവിടുത്തെ ഈ ഫ്രഷ് സ്നോ ശരിക്കും വാനില ഐസ്ക്രീമാണ്. ശരിക്കും സോഫ്റ്റ് വാനില ഐസ്ക്രീം പോലെ സോഫ്റ്റാണ്. ആൻഡ് യുനോ നല്ല തണുപ്പ്. പിന്നെ നല്ല അതുകൊണ്ട് കളിക്കാൻ തോന്നും നമുക്ക്. അങ്ങോട്ടും ഇങ്ങോട്ടും ബോളിട്ടിട്ട് എറിഞ്ഞെറിഞ്ഞ് ഐസ് ബോൾ ഇട്ടിട്ട് എറിഞ്ഞെറിഞ്ഞ് നമ്മളവിടെ സ്നോമാനെ ഉണ്ടാക്കി ഐസ് ബോൾ എറിഞ്ഞ് കളിച്ചു. ഈവൻ അവിടുത്തെ സ്കീ ചെയ്തു നോക്കി. പിന്നെ അവിടെ കുറേ സ്നോ റിലേറ്റഡ് കുറേ ആക്ടിവിറ്റീസ് ഉണ്ട്. നിങ്ങൾക്ക് ആ ആക്ടിവിറ്റീസ് എല്ലാം ഇവിടെ ചെന്ന് കഴിഞ്ഞാൽ എൻജോയ് ചെയ്യാം കേട്ടോ. അപ്പം നിങ്ങൾ ഇതൊന്ന് ഈ പ്ലേസിലേക്ക് നെക്സ്റ്റ് ടൈം എങ്ങാനും വെക്കേഷൻ സ്പെൻഡ് ചെയ്യാൻ വിചാരിക്കുന്നു, നാട്ടിലത്തെ ചൂടൊക്കെ സഹിക്കാൻ പറ്റണില്ലെങ്കിൽ ഈ ഒരു പ്ലേസ് ബക്കറ്റ് ലിസ്റ്റിൽ മസ്റ്റാണ് കേട്ടോ. ഇതിപ്പോൾ എൻ്റെ കയ്യിൽ ഈ യൂട്യൂബ് തുടങ്ങുന്നതിനൊക്കെ മുമ്പുള്ളൊരു കുറച്ച് വീഡിയോസ് ഉണ്ടായിരുന്നു എൻ്റെ മൊബൈലിൽ. അപ്പോൾ ആ വീഡിയോസ് ഞാൻ വിചാരിച്ചു ഇതിലേക്ക് ഒന്ന് ഷെയർ ചെയ്യാൻ, നിങ്ങളായിട്ടും ഈ പ്ലേസിനെ പറ്റിയിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഷെയർ ചെയ്യണേ. ഇനി അപ്പോൾ യൂട്യൂബൊക്കെ തുടങ്ങിയല്ലോ, അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് ഇനി എവിടേക്കെങ്കിലും നോർത്ത് ഇന്ത്യയിലത്തെ ബെസ്റ്റ് പ്ലേസ് പൂവുണ്ടെങ്കിൽ അപ്പോൾ ഞാൻ വീഡിയോസ് കൂടുതൽ നിങ്ങൾക്ക് അവിടെ നിന്ന് തന്നെ ലൈവും കാണിച്ചു തരാം. അതുകൂടാണ്ട് നിങ്ങൾക്ക് അവിടെ തന്നെ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം യൂട്യൂബ് വഴി. ഓക്കെ, ഇതിപ്പോൾ ഏതായാലും എൻ്റെ ഗാലറിയിൽ കിടക്കണ്ടായിരുന്നു കുറച്ച് ഓലിയുടെ ഫോട്ടോഗ്രാഫ്സ്. അപ്പോൾ ഞാൻ വിചാരിച്ചു അതൊക്കെ ഒരു വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് കാണിച്ചു തരാമെന്ന്. അപ്പോൾ ഇനി ഈ വീഡിയോയിൽ കണ്ടോളും കുറച്ച് നമ്മുടെ പ്രഷ്യസ് മൂമെൻറ്റ് that I spent during my Oli visit. നിങ്ങളും ഓലി കാണ് ആൻഡ് പ്ലീസ് ഡു മസ്റ്റ് വിസിറ്റ് ദിസ് പ്ലേസ്. ഒരു ഹെവൻ ആണ്. ഓക്കെ, അധികം ആൾക്കാർക്ക് അറിയില്ല, അത് കാരണം നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം. ഇവിടെ അത്ര റഷൊന്നും ഇല്ല, വളരെ കുറവ് പേർക്ക് അറിയണ ഒരു സ്ഥലമാണ്. പക്ഷേ
എനിക്ക് അറിഞ്ഞൂടാ എന്തുകൊണ്ട് ഈ സ്വർഗം കണ്ടെത്തിയിരിക്കുകയാണ് ആൾക്കാർ. ഞാൻ ഇതൊരു ഡിസംബർ സമയത്ത് പോയ നവംബർ അല്ലെങ്കിൽ ഡിസംബറിൽ പോയതാണ് കേട്ടോ. അപ്പോഴത്തെ സിറ്റുവേഷൻ ഇതാണ്. പിന്നെ ഇവിടെ കുറേ ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ ഹോട്ടൽസ് ഉണ്ട്, ഗസ്റ്റ് ഹൗസ് ഉണ്ട്. അങ്ങനെ വലിയ ഹൈഫൈ ഹോട്ടൽസ് അല്ല, ഗസ്റ്റ് ഹൗസ് ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് ഹോം സ്റ്റേയും കിട്ടും കേട്ടോ. പിന്നെ തണുപ്പത്ത് മാഗി കഴിക്കാൻ, വാവ്, അതിൻ്റെ ഫീൽ വേറെ തന്നെ. അപ്പോൾ പിന്നെ ക്യാമ്പ് ഫയർ ഉണ്ട്. ഇതൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. ക്യാമ്പ് ഫയർ, ട്രെക്കിംഗ്, പിന്നെ സ്കീ, പിന്നെ കേബിൾ കാർ റൈഡ്, ഇതൊക്കെ ഇവിടുത്തെ ആക്ടിവിറ്റീസാണ്. അപ്പോൾ നിങ്ങളും പ്ലാൻ ചെയ്യണം. ഓലിയിലേക്ക് യു മസ്റ്റ് വിസിറ്റ്. ഓലിന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ മതി ഗൂഗിളിൽ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാ ഡീറ്റെയിൽസും അതിൻ്റെ കിട്ടും. ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങൾ ബെസ്റ്റ് മന്ത്, ബെസ്റ്റ് ടെമ്പറേച്ചർ, പിന്നെ സ്നോ ഉണ്ടോ ഇല്ലേ, അതൊക്കെ നോക്കിയിട്ട് വരിക. അധികം സ്നോയിൽ പീക്ക് സീസണിൽ വരാണ്ടിരിക്കാൻ നോക്കുക. ഒരുവിധമൊക്കെ സ്നോ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഒരുവിധം നല്ലോണം സ്നോ തുടങ്ങി കഴിഞ്ഞാൽ യു ക്യാൻ കം. ഓക്കെ, അപ്പോൾ പ്ലീസ് have a look at this heaven. This is a hidden heaven you can call. അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോസ് ത്രൂ ഇതിൻ്റെ ബ്യൂട്ടി അത്ര ഫുള്ളായിട്ട് ക്യാപ്ചർ ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇത് നേരിട്ട് തന്നെ അനുഭവിക്കേണ്ടത് ബ്യൂട്ടിയാണ്. പ്ലീസ് ഡു ഗോ. ഓക്കെ, ഇഫ് ദർ ഈസ് എ ഹെവൻ, ഇറ്റ്സ് ഓലി. I will say it's Oli, not Kashmir. It's Oli. ഓക്കെ, സോ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. എനിക്ക് അത്ര വലിയ പ്രസൻറ്റേഷൻസ് ഒന്നും ചെയ്യാൻ അറിയില്ല. നിങ്ങളുടെയൊക്കെ കൂടെ ഇങ്ങനെ വീഡിയോസ് പ്രസൻറ്റ് ചെയ്ത് ഒക്കെ പഠിച്ചെടുക്കുന്ന ഞാൻ വിചാരിക്കണം. അങ്ങനെയൊക്കെയല്ല എല്ലാവരും പഠിച്ചെടുക്കുക. അപ്പോൾ നമ്മളെല്ലാം പ്ലാൻഡ് വേയിൽ ഞാൻ യൂട്യൂബർ ആവും, ഞാനിങ്ങനെ പ്രസൻറ്റ് ചെയ്യുന്നൊന്നും മനസ്സിൽ കരുതിയിട്ടല്ല പ്രസൻറ്റ് ചെയ്യണേ. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വേണം, ഇനിയും സപ്പോർട്ട് വേണം. എനിക്കറിയാം നിങ്ങൾ നന്നായിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്നാലും ഇനി എന്തെങ്കിലും എവിടെയെങ്കിലും എനിക്ക് പ്രസൻറ്റേഷനിൽ തെറ്റിപ്പറ്റിയിട്ടുണ്ടെങ്കിൽ ബിഗ്നർ യൂട്യൂബിൻ്റെ കൺസെഷൻ എനിക്ക് തന്നേക്കണേ. അപ്പോൾ ഹാവ് എ ലുക്ക് അറ്റ് മൈ ബ്യൂട്ടിഫുൾ ഓലി വീഡിയോ. ബൈ ബൈ, ടേക്ക് കെയർ.